നമസ്കാരം. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ ഒത്തിരി താമസിച്ചു. ഇന്നൊരു ക്രിസ്മസിൻ്റെ തലേ ദിവസമാണ് 24. അപ്പം ഞാനിങ്ങനെ ഒരു വീഡിയോ എന്ന് പറയുന്നത്, നമ്മൾ പലപ്പോഴും നമ്മുടെ വല്ല കല്യാണത്തിനും പാലുകാച്ചിനും ഒക്കെ നമ്മൾ പോകാറുണ്ട്. അപ്പം പണ്ട് കാലങ്ങളിൽ നമ്മൾ ഈ കല്യാണത്തിനായിരുന്നാലും പാലുകാച്ചിനൊക്കെ പോയിരുന്നാലും ഒരു വളരെ നല്ല രീതിയിലുള്ള പെരുമാറ്റമായിരുന്നു എല്ലാവരോടും. അതായത് നമ്മൾ മെയിനായിട്ട് ഭക്ഷണമാണല്ലോ, നമ്മുടെ ഇപ്പോൾ ചാനലും ഭക്ഷണത്തിനെ കുറിച്ചുള്ള ചാനലാണ്. ഈ ഭക്ഷണത്തിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 2-3 പന്തികളുണ്ടാവും. നമ്മളൊരു പന്തിയിലോട്ട് നല്ല തിക്കി തിരക്കി ആൾക്കാരെല്ലാം അകത്ത് കയറുന്നു. എന്നിട്ട് നമ്മളിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആദ്യം ഇല അല്ലെങ്കിൽ പ്ലേറ്റ് നല്ല ഭംഗിയായിട്ട് നമ്മുടെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ എല്ലാം ഇങ്ങനെ ഓരോ സദ്യവട്ടങ്ങളും ഇങ്ങനെ വിളമ്പി പോകുന്നു. അത് കഴിക്കുന്നു. അടുത്തിരിക്കുന്നവരെല്ലാം പരസ്പരം സംസാരിക്കുന്നു. അപ്പം വീണ്ടും അടുത്ത വിഭവങ്ങൾ, പായസം, അത് എന്ന് വേണ്ട നല്ല നല്ല ഒത്തിരി വിഭവങ്ങൾ നമ്മളെ മുമ്പിൽ ഇങ്ങനെ എത്തും. അപ്പോൾ അതെല്ലാം കഴിക്കുന്നു. അടുത്തിരിക്കുന്നവരെല്ലാം കഥകൾ പറയുന്നു. അപ്പോൾ അതിനിടയ്ക്ക് ഈ കല്യാണ പെണ്ണിൻ്റെയോ അല്ലെങ്കിൽ ചെക്കൻ്റെയോ ഒക്കെ വീട്ടുകാരെല്ലാം വരുന്നു, കുശലം ചോദിക്കുന്നു. ഇതൊക്കെ ഈ കഴിക്കാനിരിക്കുന്നവർ, അതായത് കഴിക്കാനിരിക്കുന്നതെന്ന് വെച്ചാൽ അവരെ വീട്ടിൽ വെറുതെ അന്നം കഴിക്കാൻ പോകുന്നവരല്ല. ഇവർ നമ്മളെ വീട്ടിൽ വന്ന് ക്ഷണിച്ചിട്ട് നമ്മൾ അവരുടെ കല്യാണത്തിനും എല്ലാം നമ്മളൊരു ഭാഗമാവുന്നതാണ്. അപ്പം അതിന് അവർ ചെയ്യുന്ന ഒരു ആതിഥ്യ മര്യാദയാണ് നമുക്ക് ചെല്ലുന്നവർക്കെല്ലാം ഭക്ഷണമൊക്കെ നൽകി നമ്മളുടെ അടുത്ത് കുശലങ്ങളെല്ലാം ചോദിച്ച് ഈ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് തന്നെ വന്നെല്ലാം ചോദിച്ച് അതൊരു പ്രത്യേക നിറവാണ് നമുക്കെല്ലാം. പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഈ അടുത്ത ദിവസങ്ങളിൽ, ഈ അടുത്ത നാളുകളെല്ലാം അതിനൊക്കെ അങ്ങ് മാറി. ഞാൻ ഈ അടുത്ത ദിവസം ഒരു കല്യാണത്തിന് പോയി. വേറും കച്ചറ നാറികളുടെ അവിടെ ഇങ്ങനെ തന്നെ പറയാം, അല്ലെങ്കിൽ എൻ്റെ വായിന്ന് ഈ അനാവശ്യ വാക്കുകളൊന്നും വീഴത്തില്ല. ഇത് എനിക്ക് അത്രയും മോശമായുണ്ട്. ഭക്ഷണം കഴിക്കാതെ ഞാൻ വരികയാണ് ഇത്. അതായത് ഈ ബൊഫേ സംവിധാനം വെച്ചാൽ എന്താണ്? നമ്മളിപ്പോൾ പല ടൈപ്പിലുള്ള ഭക്ഷണങ്ങൾ ഇങ്ങനെ നിരത്തി വെച്ചേക്കും. നമ്മൾ ചെല്ലുന്നു, നമുക്കിഷ്ടമുള്ള ഓരോന്ന് എടുക്കുന്നു. അത് നല്ലൊരു പ്ലേസ് ഉണ്ടായിരിക്കണം. നമുക്ക് അതിനാവശ്യമുള്ള അവർക്കറിയാം, ഇവർ 100 പേരെ വിളിച്ചു, അല്ലെങ്കിൽ അതിനുള്ള കണക്കിനുള്ള കസേരകളും മറ്റും അറേഞ്ച് ചെയ്തിരിക്കണം. അപ്പോൾ അവിടെ വന്നിരിക്കുന്നു, കഴിക്കുന്നു, പോകുന്നു. അതൊക്കെ മുൻകാലങ്ങളിൽ അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ബൊഫേ എന്ന് പറഞ്ഞാൽ കുറേ പേര് നമ്മൾ എല്ലാവരും ചെല്ലുന്നു. ആ സമയത്ത് കുറേ നാറികൾ ഇങ്ങനെ വിളമ്പി കൊടുക്കാനായിട്ട് നിൽക്കും. അവൻ്റെയൊക്കെ ഇത് കണ്ടാതൊന്നും ഇവിടെ ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ നമ്മൾ കിടക്കുന്നതെന്ന് അതൊരു ഗതികേട് കൊണ്ട് കിടക്കുന്നതാണ്. ഗതികേട് കൊണ്ട് ദുരിതാശ്വാസ ക്യാമ്പിലൊക്കെ കഴിയുന്നവർ. അപ്പോൾ ഇവരെ മുമ്പിലൊക്കെ ചെന്നിങ്ങനെ ഭക്ഷണം വാങ്ങുന്ന അത്രയും തരംതാണ രീതിയിലാണ് ഇന്നത്തെ പല കല്യാണങ്ങളും. കാര്യം ഇവൻ്റെയൊക്കെ മുമ്പിൽ ചെല്ലുന്നു, അവിടെ നിന്ന് ഒരു പ്ലേറ്റ് എടുക്കുന്നു, എന്നിട്ട് ഇവൻ്റെ മുമ്പിൽ കൊണ്ട് നമ്മൾ ഈ സാമാനം കൊണ്ട് ചെല്ലുന്ന സമയത്ത് അവൻ മുഖത്ത് നോക്കും, ഇവൻ മറ്റവനാ, അവന് കുറച്ച് ഇട്ടു, അടുത്തവൻ്റെ ഇട്ട്, ഇതുപോലെ. എന്നിട്ട് ഇതിൽ കഴിഞ്ഞിട്ടുള്ള വേറൊരു സംഭവം എന്ന് വെച്ചാൽ ഇവൻ ഈ സാമാനമൊക്കെ വാങ്ങിച്ചു എല്ലാം കൂടെ പ്ലേറ്റൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ നടന്ന് വരുന്ന സമയത്താണ് ഇരിക്കാൻ സ്ഥലമില്ല. എല്ലാ ആവശ്യത്തിനുള്ള ചെയറുകളെല്ലാം ആവശ്യത്തിന് ഒക്കെ ഇരുന്നു, പിന്നെ വലിച്ചു, ഇരിക്കാൻ സ്ഥലമില്ല. പിന്നെ ഇവൻ ഏതെങ്കിലും മൂലയിൽ ചെന്ന് നിന്ന് തിന്നണം. എന്നിട്ട് ഇവനെ ഈ കയ്യിലെ കാശും കൊണ്ട് കൊടുത്ത് അല്ലെങ്കിൽ വിളിച്ചതിൻ്റെ ഇതിൽ ചെന്നിട്ട് നാണം കെട്ട് വരുന്ന ഒരു രീതിയാണെന്ന് കാണുന്നത്. ഇപ്പോൾ ഇത് എന്തെങ്കിലും ഞാൻ ഈ പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങളത് മറുപടി കമൻ്റായിട്ട് പറയുക. കാര്യം വേറൊന്നുമില്ല. ഞാനവിടെ ചെന്ന സമയത്ത് തന്നെ അവിടെ ഒത്തിരി ആൾക്കാർ, അവിടെ ഒരു 3-4 ടേബിൾ ഇട്ടിട്ടുണ്ട്. 5-6 അതിന് ചുറ്റുമുള്ള ചെയറുണ്ട്. ഇതിൽ ഇരിക്കണോ നാറികളൊന്നും ഒരു ചേച്ചി പോകത്തുമില്ല. ഇത് ഇവൻ്റെയൊക്കെ ബന്ധുക്കളും ബാക്കിയുള്ളവരെല്ലാം കൂടെ പിന്നെ അതിൻ്റെ മൂട്ടിയിരുന്നാണ് ഈ കഥ പറച്ചിൽ. ഇവൻ പണ്ട് പനയോലയെ പെടുത്തത് തൊട്ട് ഇപ്പം രാത്രി അവൻ വെള്ളം അടിച്ച് കിടക്കുന്നത് വരെ ഇവന്മാർ ഇങ്ങനെ എന്ന് പറയും. ഇത് ചുറ്റും ഇതിൻ്റെ മൂട്ടിൽ ഈ ബന്ധുക്കളെല്ലാവരും കൂടെ ഇവിടെ അങ്ങിരിക്കുക. ഇതിൻ്റെ അവർ ഭക്ഷണമൊന്നുമില്ല. ഭക്ഷണം വല്ലതും കുറച്ചുകൊണ്ടോ വല്ലതൊക്കെ തിന്നിരിക്കും. ആരെങ്കിലും ഒരുത്തം വന്നിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അവൻ്റെ കുടുംബക്കാരെല്ലാം കൂടെ വന്നിരിക്കും. ഈ 4 ചെയറും ഫുള്ള്, 4 ചെയറല്ല 4 ടേബിളും ഫുള്ള്. അതിലുള്ള ഒരു 4-8 ഓരോന്നിലും 4 ടേബിൾ വെച്ച് 16 ചെയറും. ഇവന്മാർ ആരെങ്കിലും ഈ കല്യാണത്തിന് എന്നത് 16 പോലെ ആവും. എന്നിട്ട് ഈ വരുന്നവർ വിശേഷപ്പെട്ട് അല്ലെങ്കിൽ ഇവനൊക്കെ ചെന്ന് ഓരോ വീടുകളിൽ ചെന്ന് വിളിച്ചിട്ട് അവിടെ ചെന്നിട്ട് ഈ വാതിൽക്കൽ ചെന്ന് നിൽക്കണം. വാതിൽക്കൽ ചെന്ന് നിന്നിട്ട് തിന്നണം. അപ്പം നിങ്ങളെ ഇനി കല്യാണത്തിന് വിളിക്കും, ഇതേപോലുള്ള ചില നാറികൾ കല്യാണത്തിന് വിളിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ ചോദിക്കണം അവരുടെ അടുത്ത്, എങ്ങനെയാണ് നിങ്ങളുടെ സദ്യവട്ടങ്ങൾ? സദ്യയാണോ അതോ ഇതേപോലെ ഈ ആളെ വലിപ്പിക്കുന്ന ഈ ബൊഫേ പരിപാടിയാണോ? ബൊഫേ പരിപാടിയാണെങ്കിൽ നിങ്ങൾ പറയണേ ഞാൻ വരണില്ല കല്യാണത്തിന്. എൻ്റെ അഭിപ്രായമാണ്, ഞാനിനി അങ്ങനെ പറയത്തുള്ളൂ, അതിൽ പോവുകയല്ല. ഈ ബൊഫേ പരിപാടി എന്ന് പറഞ്ഞാൽ ഇതേപോലെ നമ്മൾ
ഇവനൊക്കെ നമ്മളെ വീട്ടിൽ വന്ന് വിളിക്കുന്നതാണ്. നിങ്ങൾ നിങ്ങളുടെ കുടുംബമൊക്കെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് നമ്മളെ വീട്ടിൽ വന്ന് ഈ നാറികളെ വിളിച്ചിട്ടാണ് നമ്മൾ ചെല്ലുന്നത്. ചെന്നിട്ട് ആ ഒരു ബഹുമാനം കാണിക്കാത്ത ഇവനെയൊക്കെ നമ്മൾ തേറി വിളിച്ചിട്ട് ഇറങ്ങി വരെയാണ് ചെയ്യാനുള്ളത്. പക്ഷേ അത് പിന്നെ ഒരു നല്ലൊരു സ്ഥലം, അവർ നല്ല സന്തോഷത്തിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ വിളിക്കണ്ട എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് ചെന്ന സമയത്ത് തന്നെ മനസ്സിലായി ഇതൊരു നല്ല രീതിയാണ്. ഞാൻ ഈ അടുത്ത കാലത്ത് പോയ പല കല്യാണങ്ങൾ ഇതേ ഗതി തന്നെയാണ്. വെറും കച്ചറ പരിപാടികൾ. കാര്യം വെച്ചാൽ നമ്മൾ കല്യാണത്തിന് വിളിച്ചാൽ നമ്മൾ അവരുടെ അതിഥിയാണ്, അല്ലാതെ അവൻ്റെ പിന്നെ എച്ചിൽ തിന്നാൻ പോകുന്നവരല്ല. അതിഥിയാണ്. അതിഥിയെ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ അതിഥിയെ പരിചരിക്കേണ്ടതും അതിഥിയെ സ്വീകരിച്ചിരുത്തേണ്ടതും ആ വീട്ടുകാരുടെ കടമയാണ്. അപ്പോൾ അവർ ചെയ്യേണ്ടത് എന്താണ്? നല്ല രീതിയിലുള്ള ഭക്ഷണം അല്ലെങ്കിൽ ഓരോരുത്തരുടെ മുമ്പിൽ കൊണ്ടുവച്ച് അവരുടെ കുശലങ്ങൾ തിരക്കി അങ്ങനെ വേണം വിടാനുള്ളത്. അല്ല ഇത് ഇപ്പം കുറേ നിരത്തി വെച്ചിരിക്കുന്നു. ഇത് ഇപ്പം രണ്ടാമത് ചെന്ന് വാങ്ങാൻ ബുദ്ധിമുട്ടായിരിക്കും. ആദ്യം ഇവനൊക്കെ വല്ലതും വാരി ഇട്ട് കൊടുക്കും, എന്തെങ്കിലും വാരി ഇട്ട് അവൻ്റെ കണ്ടാൽ അവൻ്റെ അച്ഛൻ വീട്ടിൽ നിന്ന് കൊണ്ട് തരുന്ന പോലെയാണ് തോന്നുന്നത്. കൊണ്ട് തന്നിട്ട് പിന്നെ പലവർക്കും രണ്ടാമത് ചെന്ന് വാങ്ങാൻ ഒരു മടിയായിരിക്കും. കുഞ്ഞുങ്ങൾ ഇവർക്കൊക്കെ വളരെ രസമാണ്. ഈ സദ്യവട്ടങ്ങളെന്നൊക്കെ കാണുന്ന സമയത്ത് ഭക്ഷണം ഇഷ്ടപ്പെടുന്ന ഏതൊരു വ്യക്തിയും രണ്ടാമത് വാങ്ങിച്ച് കഴിക്കുക. അവിടെ നാണക്കേട്, ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നാണക്കേട് വിചാരിക്കരുത്. നമ്മൾ ഈ ഓടുന്നത് എന്തിനാണ്? നമ്മൾ ജീവിതത്തിൽ ഓടുന്നത് എന്തിനാണ്? ഭക്ഷണത്തിനാണ്. നല്ല രീതിയിലുള്ള വസ്ത്രധാരണത്തിനും നമ്മൾ അന്നത്തിനുമാണ് നമ്മൾ ഓടുന്നത്. ഒരു ജാൺ വയറെന്ന് പറയും. ഇത് നിറയ്ക്കാനാണ് ഡെയിലി നമ്മൾ രായും പകലും ഓരോ മനുഷ്യരും കിടന്ന് ഓടുന്നത്. 8-10 മണിക്കൂർ നമ്മൾ ജോലി ചെയ്തിട്ട് ഇത് ഉണ്ടാക്കുന്നത് ഏകദേശം ഒരു 2 മണിക്കൂറാണ്. ഒരു ദിവസത്തെ 2 മണിക്കൂർ നമുക്ക് നമ്മുടെ നമ്മുടെ അമ്മയായിരുന്നാലും വൈഫായിരുന്നാലും പെങ്ങന്മാരായിരുന്നാലും അല്ലെങ്കിൽ നമ്മളായിരുന്നാലും ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു ദിവസം ഉണ്ടാക്കാനുള്ള ഭക്ഷണം 8-10 മണിക്കൂർ നമ്മൾ ജോലി ചെയ്തിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്നത് ഒരു 2 മണിക്കൂർ സമയം. ഇത് നമ്മൾ കഴിച്ചു തീരുന്നത് ഈ രാവിലെ തൊട്ട് വൈകുന്നേരം 3 നേരത്തെ ഭക്ഷണം കഴിച്ചു തീരുന്നത് വെറും 10 മിനിറ്റോ അല്ലെങ്കിൽ 15 മിനിറ്റ് കൊണ്ടോ നമ്മൾ ഭക്ഷണം കഴിച്ചു തീരുന്നു. ഈ മൊത്തമുള്ള കണക്കാണ്. ഈ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കഴിക്കുന്നത്. ഈ 15 മിനിറ്റ് തിന്നാനാണ് നമ്മൾ ഈ 10 മണിക്കൂർ കഷ്ടപ്പെടുന്നത്. അപ്പോൾ എന്തിനാണ് നമ്മൾ കഷ്ടപ്പെടുന്നത്? ഭക്ഷണത്തിനാണ്. അപ്പം ഭക്ഷണം നമ്മൾ രണ്ടാമത് ചോദിച്ച് വാങ്ങുന്നതിന് ഒരു നാണക്കേടുമില്ല. അന്നം അത് അതിനോളം പ്രാധാന്യമുള്ളത് ലോകത്തൊന്നുമില്ല. ഒരു നായയെ നമ്മൾ വളർത്തുന്നു, അവനും നമ്മൾ കല്ലെടുത്ത് എറിഞ്ഞ് ഓട്ടിച്ചിരുന്നാലും അടുത്ത വീട്ടിലായിരുന്നു നമ്മൾ റോഡിലേക്ക് കിടക്കുന്ന എൻ്റെ വീട്ടിലും വരാറുണ്ട്. എൻ്റെ ചെരുപ്പ് വരെ ഇന്ന് അതിലൊന്ന് കടിച്ച് നശിപ്പിച്ചോളാം. അവനെ നമ്മൾ കല്ലെടുത്ത് എറിഞ്ഞ് ഓട്ടിച്ചിരുന്നാലും അവൻ വീണ്ടും വരണം എന്തിനെന്നറിയോ? ഭക്ഷണത്തിനാണ്. അതാണ് അവൻ്റെ നന്ദി. കാര്യം ഒരു നേരത്തെ ഭക്ഷണത്തിനാണ് ഈ കിടന്നോട് നമ്മൾ അനാഥാലയങ്ങളിൽ കുഞ്ഞുങ്ങൾ വളരുന്നത്. അവർ ഒരു നേരത്തെ ഭക്ഷണത്തിനാണ് നമ്മൾ ഈ വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങൾ നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ ജന്മദിനം മറ്റു പരിപാടികളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഏതെങ്കിലും ഒരു അനാഥാലയങ്ങളും മറ്റുമൊക്കെ കാണില്ല. അമ്മയും അച്ഛനും ഒന്നും ഇല്ലാതെ വളരുന്ന കുഞ്ഞുങ്ങൾ, അവർക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി നിങ്ങൾ ആ സ്ഥാപനത്തിൽ കൊടുക്കുന്നത് പോലെ പുണ്യം ലോകത്തൊന്നുമില്ല. വെള്ളമടിച്ച് അല്ലെങ്കിൽ ചിലവന്മാരെല്ലാം കൂടി ചെന്ന് ഈ ബർത്ത്ഡേക്ക് വെള്ളമടിച്ചും കൂട്ടുകാരന്മാർക്ക് ചൂപ്പാനും വാങ്ങിച്ചു കൊടുക്കുന്നതല്ല ഇത്. കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കണം. അതുപോലെ ഞാൻ പറഞ്ഞ അതിനിടയ്ക്ക് ഈ കുഞ്ഞുങ്ങളുടെ കാര്യം വന്നില്ല. അതുപോലെ നമ്മളെ ഇനി എവനെങ്കിലും അവന് കല്യാണം പാലുകാച്ചി അത് മാങ്ങാത്തൊലിക്ക് വിളിച്ചിരുന്നാലും നമ്മൾ ചോദിക്കണം ഇവൻ്റെ അടുത്ത്, നിൻ്റെ രീതി എങ്ങനെയാണ്? ഈ ബൊഫേ മാങ്ങയ്ക്ക് നമ്മൾ വരത്തില്ല എന്ന് ധൈര്യമായിട്ട് പറയണം. ഇതെൻ്റെ അഭിപ്രായമാണ്. എൻ്റെ അഭിപ്രായമല്ല, ഞാൻ ഈ ദിവസം ചെന്ന് കണ്ട അഭിപ്രായമാണ്. ഇത് ഞാൻ 3-4 ദിവസം കൊണ്ട് പറയണമെന്ന് വിചാരിച്ചതാണ്. കാര്യം എങ്കിലും നമ്മുടെ ചാനൽ ഈ പാചകത്തിൻ്റെതായതുകൊണ്ട് ഇതുള്ള പ്രതിഷേധം ദേഷ്യമായിപ്പോകൊണ്ടാണ് പറഞ്ഞത്. പാചകത്തിൻ്റെയൊക്കെ ഇതൊരു ഞാൻ അഭിപ്രായം പറയേണ്ടതെന്ന് വിചാരിച്ചു. ആ നാറികളും ഇത് കേൾക്കും. അവനുമൊക്കെ ഇതിൽ എൻ്റെ എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവനാണ്, അല്ലെങ്കിൽ എൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ടാണ്. ആ നാറി അവനൊക്കെ കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. അവനിപ്പോൾ മനസ്സിലായിക്കാണ്. ഞാൻ കഴിക്കാതെ കഴിച്ചു വന്നല്ല ഞാൻ ഇങ്ങനെ പോരുകയും ചെയ്തു. അവനുള്ള ഗിഫ്റ്റും കൊടുത്തിട്ട് ഞാൻ ഇങ്ങനെ പോകും. ചെറിയ എമൗണ്ടിനുള്ള ഗിഫ്റ്റ് എന്നെ കൊണ്ട് വാങ്ങാൻ പറ്റുന്നല്ലോ, അല്ലാതെ കോടിപ്പണത്തിനുള്ള ഗിഫ്റ്റൊന്നുമല്ല. അപ്പോൾ അവനും കൂടെ കേൾക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ പറയുന്നത്. അപ്പം മനസ്സിലാക്കണം, നമ്മളെ വീട്ടിൽ ഒരാളിനെ വിളിച്ച് വരുത്തിയാൽ അവനെ അല്ലെങ്കിൽ വിളിച്ച് വരുത്തുന്നവരെ മാന്യമായി പറഞ്ഞയക്കണം. അതായത് ഇറങ്ങിപ്പോടാ എന്നല്ല, ഇതേപോലെ അവളെ പെരുമാറുകയല്ല ചെയ്യേണ്ടത്. നല്ല രീതിയിൽ ഭക്ഷണം കൊടുത്ത് നല്ല ഇവനൊക്കെ ഞാൻ കണ്ടവനൊക്കെ എന്താ പറയുന്നത്, പുതുപ്പണക്കാരനെന്ന് വേണമെങ്കിൽ പറയാം. ഇവനൊക്കെ ഈ ആന തൂറും പോലെ ആട് തൂറും എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ, വിട്ടുപോകും. അതിനേക്കാളും നല്ല സ്റ്റാൻഡേർഡായിട്ട് നല്ല രീതിയിൽ ആൾക്കാർ പെരുമാറുന്നുണ്ട്. ഓരോ ആൾക്കാർ ചെല്ലുന്ന സമയത്ത് എന്ത് നല്ല രീതിയിലാണ് ഭക്ഷണത്തിൻ്റെ. അപ്പോൾ നമ്മളത് ചിന്തിക്കണം.
അതുകൊണ്ടാണ് ഒരു പ്രതിഷേധമാണ് ഞാൻ ഈ പറഞ്ഞത്, ഈ നാറികളുടെ അടുത്തുള്ള പ്രതിഷേധം. അപ്പം നമുക്ക് നല്ലൊരു പാചക വീഡിയോ ആയിട്ട് കാണാം. അപ്പം അതുപോലെ തന്നെ നമ്മൾ പാചകം വീഡിയോകൾ കണ്ടാൽ മാത്രം പോലെ നമ്മൾ ചെയ്ത് നോക്കുക. ഒപ്പം തന്നെ നമ്മൾ വഴിയിലൊക്കെ കാണുന്ന സമയത്ത് ആരെങ്കിലും നമ്മളൊരു ഭക്ഷണമൊക്കെ കഴിക്കാൻ ഒരു ചായക്കടയിലേക്ക് കയറുന്നു. ആ സമയത്ത് ഒരാളൊന്നൊരു ചായ ചിലപ്പം ചോദിക്കുക, അല്ലെങ്കിൽ ഒരു വട ചോദിക്കുക, വാങ്ങിച്ചു കൊടുക്കണം. നമുക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല. ഈ ഭക്ഷണം ചോദിക്കുന്നവരുടെ അടുത്ത് ഇല്ല എന്ന് പറയരുത്. കാശ് കൊടുത്തില്ലെങ്കിലും ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുക. ഈ ലോകത്ത് ഭക്ഷണം കൊടുക്കുന്ന പോലത്തെ പുണ്യപ്രവൃത്തി ലോകത്തൊന്നുമില്ല. അപ്പോൾ എൻ്റെ പ്രതിഷേധമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നന്ദി, നമസ്കാരം.